നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഓൾറൗണ്ടർമാർ, ക്രിക്കറ്റിൽ ഓൾറൗണ്ടർമാർ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. ടീമിൻ്റെ ബാലൻസിന് ഓൾറൗണ്ടർമാർ വളരെ 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 നിർണായകമാണ്. കാരണം ഓൾറൗണ്ടർമാരുടെ പ്രത്യേകത അവർ ബാറ്റ് ചെയ്യും, ബൗൾ ചെയ്യും, നന്നായി ഫീൽഡും ചെയ്യും. അപ്പോൾ ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെൻറ്റിലും ഏറ്റവും നന്നായി ചെയ്യുന്ന ഒരാൾ ടീമിലുണ്ടെങ്കിൽ 3 മറ്റ് ഒഴിവുകൾ, ചുരുങ്ങിയത് 2 ഒഴിവുകളെങ്കിലും, നന്നായി ബാറ്റിങ്ങും നന്നായി ബൗളിങ്ങും ചെയ്യുന്ന ഒരാൾ 2 പ്ലെയറുടെ ഗുണമാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പൊസിഷൻ ഒഴിവ് വരും, പ്ലേസ് ഒഴിവ് വരും ടീമിൽ. ആ എക്സ്ട്രാ പ്ലേസിലേക്ക് വേറൊരു കളിക്കാരനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ടീമിൽ ഓൾറൗണ്ടർമാർ വളരെ നിർണായകമാണ് എന്ന് ക്രിക്കറ്റിൽ കരുതപ്പെടുന്നു. അത് സത്യമാണ് താനും. കാരണം ഓൾറൗണ്ടർമാർ ഉണ്ടെങ്കിൽ ആ ടീമിൻ്റെ നിലവാരം വളരെ വലുതായി. ഇപ്പോൾ അതിന് തന്നെ നമ്മളിപ്പോൾ ഓൾറൗണ്ടർമാരുടെ കാര്യം പറയുമ്പോൾ ആദ്യം ഇന്ത്യക്കാർ ആലോചിക്കുക 1983-നെയാണ്. 1983 കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ലോകകപ്പ് നേടിയ അതിമനോഹരമായ, ഇന്ത്യൻ ക്രിക്കറ്റിനെ വഴിത്തിരിവായ, ഇന്ത്യൻ ക്രിക്കറ്റിനെ മാറ്റിമറിച്ച ആ ഒരു സംഭവമാണ് ഓർക്കുക. അന്ന് ആ ടീമിൽ നല്ലൊരു ശതമാനം ആളുകൾ ഓൾറൗണ്ടർമാരായിരുന്നു. ക്യാപ്റ്റൻ കപിൽ ദേവ് ഈ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളാണ്. അത് അന്നും അതെ ഇന്നും അതെ. 83-ൽ 23 വയസ്സേ കപിൽ ദേവിനുള്ളൂ. ആ കപിൽ ദേവാണ് അന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റൻ, ഓൾറൗണ്ടറാണ്. അന്ന് തന്നെ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു ഓൾറൗണ്ടറാണ് അത്. പിന്നീടുള്ളത് മോഹിന്ദർ അമർനാഥ്, നന്നായി ബാറ്റ് ചെയ്യും, നന്നായി ബോൾ ചെയ്യും. സന്ദീപ് പാട്ടീൽ ബാറ്റ് ചെയ്യും, ബോൾ ചെയ്യും. രവിശാസ്ത്രി നന്നായി ബാറ്റ് ചെയ്യും, നല്ലൊരു സ്പിന്നറാണ്. റോജർ ബിന്നി അത്യാവശ്യം തെറ്റില്ലാതെ ബാറ്റ് ചെയ്യും, നന്നായി ബോൾ ചെയ്യും. മദൻലാൽ ബാറ്റിങ്ങും ചെയ്യും, ബൗളിങ്ങും ചെയ്യും. അങ്ങനെ മികച്ച ഓൾറൗണ്ടർമാരുടെ ഒരു കൂടായിരുന്നു 1983-ലെ ഇന്ത്യൻ ടീം. അതുകൊണ്ട് തന്നെയാണ് ആ ഓൾറൗണ്ടർമാർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ ലോകകപ്പ് നേടിയത്. ഇപ്പോൾ മോഹിന്ദർ അമർനാഥാണ് അന്ന് സെമിഫൈനലിലും ഫൈനലിലും മാൻ ഓഫ് ദി മാച്ച് ആയത്. മദൻലാൽ ഫൈനലിൽ ഏറ്റവും മികച്ച കളിയാണ് കളിച്ചത്. കപിൽ ദേവ് ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ വിവിയൻ റിച്ചാർഡ്സിൻ്റെ ഒരു ക്യാച്ച് എടുത്തത് ഇന്നും അത്ഭുതകരമായിട്ടേ നമുക്ക് കാണാൻ പറ്റൂ. 30 വാര പിറകിലേക്ക് ഇറങ്ങി വന്ന് അദ്ദേഹം എടുത്ത ക്യാച്ച്, അതിനെക്കുറിച്ച് വിവിയൻ റിച്ചാർഡ്സ് അന്ന് പറഞ്ഞത്, ആ പന്ത് ഞാൻ ആകാശത്തേക്ക് അടിച്ചു ഉയർത്തി വിട്ടപ്പോൾ അതിന് പിറകെ ഓടുന്ന മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ ഞാൻ തിരികെ നടന്നു തുടങ്ങി, പവലിയനിലേക്ക് തിരികെ നടന്നു തുടങ്ങി എന്നാണ്. കാരണം ആ ഓടുന്ന മനുഷ്യൻ ഒരിക്കലും ആ പന്ത്, ആ ക്യാച്ച് കൈവിട്ട് കളയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ മനുഷ്യൻ മറ്റാരുമല്ല, കപിൽ ദേവാണ് എന്ന് എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. കപിൽ ദേവിൻ്റെ ദൃഢനിശ്ചയം എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു എന്നാണ് വിവിയൻ റിച്ചാർഡ്സ് ആ പറഞ്ഞതിലൂടെ അർത്ഥമാക്കിയത്. അപ്പോൾ അസാധാരണമായ ക്യാച്ചുകൾ എടുക്കാൻ കഴിയുന്ന, അസാധാരണമായി ബൗൾ ചെയ്യാൻ കഴിയുന്ന, അസാധാരണമായി ബാറ്റ് ചെയ്യാൻ കഴിയുന്ന, ഇപ്പോൾ സിംബാബ്വേക്കെതിരെ ആ ലോകകപ്പിൽ ഇന്ത്യ 17 റണ്ണിന് 4 വിക്കറ്റ് നഷ്ടപ്പെട്ട് അന്തം വിട്ടു നിൽക്കുന്ന സമയത്ത് എക്കാലത്തെ ഏകദിന ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഇന്നിങ്സുകളിലൊന്ന് കളിച്ച് ആ കളി രക്ഷപ്പെടുത്തിയത്, ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റിയത് കപിൽ ദേവാണ്. അന്ന് അദ്ദേഹം 175 റൺസ് എടുത്തു. അതൊക്കെയാണ് ഒരു ഓൾറൗണ്ടറെ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങൾ. അങ്ങനെ ഓൾറൗണ്ടർമാർ തിങ്ങി നിറഞ്ഞു എന്ന് പറയുന്ന അങ്ങനെ ഒരു ടീമാണ് ഇന്ത്യൻ ടീമാണ് 1983-ൽ ലോക കിരീടം നേടിയത്. യഥാർത്ഥത്തിൽ ഓൾറൗണ്ടർമാരുള്ളത് കൊണ്ടാണ് അന്ന് ഇന്ത്യ മറ്റ് ടീമുകളിൽ നിന്ന് വ്യത്യസ്തരായതും ഇന്ത്യക്ക് ആ ഒരു അസാധാരണമായ അത്ഭുതകരമായ നേട്ടം ഉണ്ടാക്കാനും കഴിഞ്ഞത്. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ നമുക്കറിയാം, കപിൽ ദേവിൻ്റെ ഒപ്പം തന്നെ പാകിസ്ഥാൻ്റെ ഇമ്രാൻഖാൻ ഉണ്ടായിരുന്നു, ഇംഗ്ലണ്ടിൻ്റെ ഇയാൻ ബോതം ഉണ്ടായിരുന്നു, ന്യൂസിലാൻഡിൻ്റെ റിച്ചാർഡ് ഹാഡ്ലി ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിനും മെച്ചപ്പെട്ട ഓൾറൗണ്ടർമാരായിരുന്നു. അവരെല്ലാം തന്നെ ലോക ക്രിക്കറ്റിൽ തങ്ങളുടേതായ പാദമുദ്ര ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇമ്രാൻഖാനാണ് 1992-ൽ പാകിസ്ഥാൻ ലോകകപ്പ് നേടുമ്പോൾ പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ അങ്ങനെ നിർണായകമായ നേട്ടങ്ങൾ മിക്ക ടീമുകൾക്ക് നേടിക്കൊടുത്തതിൽ എക്കാലത്തും ഓൾറൗണ്ടർമാർക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ തന്നെ ആൻഡ്രൂ ഫ്ലിൻറ്റോഫ് എത്ര കളികളാണ് അയാൾ ബൗൾ ചെയ്തും ബാറ്റ് ചെയ്തും ഇംഗ്ലണ്ടിന് അനുകൂലമാക്കി കൊടുത്തത്. അതുപോലെ ദക്ഷിണാഫ്രിക്ക ഓൾറൗണ്ടർമാരുടെ ഒരു
ഒരു കൂടായിരുന്നു ജാക്ക് കാലിസ്. കാലിസൊക്കെ അസാധാരണമായ സാങ്കേതിക തികവുള്ള ഒരു ബാറ്ററായിരുന്നു. അതിഗംഭീരമായി പേസ് ബൗളിംഗ് ചെയ്യാൻ കഴിവുള്ള ബൗളറായിരുന്നു. ഒരുപോലെ തന്നെ ബാറ്റിങ്ങും ബൗളിങ്ങും ചെയ്യാൻ മിടുക്കുള്ള ആളായിരുന്നു. ഒരു ഘട്ടം അദ്ദേഹം കരിയറിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബൗളിംഗ് നിർത്തി, കാരണം പരിക്ക് കൂടുതലായി വന്നതുകൊണ്ടായിരുന്നു. അതല്ലായിരുന്നുവെങ്കിൽ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടറായി ജാക്ക് കാലിസ് മാറുകയായിരുന്നു. ഇത് പറയുന്നതിന് മുമ്പ് വളരെ മുമ്പേ നമ്മൾ ഗാരി സോബേഴ്സിൽ നിന്ന് തുടങ്ങണം. ഓൾറൗണ്ടർമാരുടെ കഥ പറയുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഗാരി സോബേഴ്സ്, ദ ഗ്രേറ്റ് ഗാരി സോബേഴ്സ്, അവിടുന്ന് തുടങ്ങി കാലിസൊക്കെ വരുമ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ പല വിജയങ്ങൾക്കും കാരണം കാലിസിൻ്റെ ആ മിടുക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് കാലിസൊക്കെ വേറൊരു ലീഗിൽപ്പെട്ട ആളാണെന്നും പറയാതെ പറ്റില്ല. കാരണം അസാധാരണമായ ടെക്നിക്കലി ബ്രില്യൻ്റായ ഒരു ബാറ്റർ, ഗംഭീരനായ ഒരു പേസ് ബൗളർ, ഇതെല്ലാം ഒരൊറ്റ ആളിൽ കിട്ടുകയാണ്. അങ്ങനെ കിട്ടുമ്പോൾ ആ ടീമിന് എത്രത്തോളം ഗുണകരമാണ്, എത്രത്തോളം ബാലൻസിങ് ആകാൻ പറ്റും. രണ്ടാളുടെ അധ്വാനം ഒരാൾ എടുക്കുമ്പോൾ മറ്റൊരാൾക്ക് കൂടി അതിൽ അവസരം കിട്ടുകയാണ്. അത് ചെറിയ കാര്യമല്ല. പിന്നീട് ഷോൺ പൊള്ളോക്ക്, അതും ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓൾറൗണ്ടറായി മാറി. ലാൻസ് ക്ലൂസ്നറൊക്കെ ഒരു രക്ഷയുമില്ലാത്ത കളിക്കാരനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ മലയാളികൾക്കിടയിൽ വലിയ രീതിയിൽ ജനപ്രിയനായിട്ടുള്ള ഒരാളാണ് ലാൻസ് ക്ലൂസ്നർ. അവരുടെ പഴയ ക്യാപ്റ്റനായിരുന്ന മരിച്ചുപോയ ഹാൻസി ക്രോണി അത്യാവശ്യം മിലിറ്ററി മീഡിയം പേസ് ബോളിംഗ് ചെയ്യാൻ അറിയുന്ന നല്ലൊരു ബാറ്റർ കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വാഷിങ്ടൺ സുന്ദറിനെ നമ്മൾ വളരെ അധികം പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. എല്ലാ അർത്ഥത്തിലും എല്ലാം തികഞ്ഞ ഒരു ഓൾറൗണ്ടർ ആകാൻ എല്ലാ തരത്തിലും കെൽപ്പുള്ള ഒരു പ്ലെയറാണ് വാഷിങ്ടൺ സുന്ദർ. ഇപ്പോൾ അതിന് തൊട്ട് മുമ്പ് നോക്കിയാൽ രവീന്ദ്ര ജഡേജയും എത്ര കളികളിലാണ്, പ്രത്യേകിച്ചും ടെസ്റ്റ് മത്സരങ്ങളിലാണ് അവരുടെ ഓൾറൗണ്ട് മികവ് കൊണ്ട് ഇന്ത്യയെ രക്ഷപ്പെടുത്തിയെടുത്തത്. പലപ്പോഴും ഇന്ത്യ 5 വരെയൊക്കെ പെട്ടെന്ന് ബാറ്റേഴ്സ് ഔട്ടാവും. പിന്നീട് വരുന്ന ഇത് രവിചന്ദ്രൻ അശ്വിനും ജഡേജയും കൂടിയാണ് പിന്നീട് കാര്യങ്ങൾ നേരാക്കി കൊണ്ടുവരിക. 2 പേരും 5ഓളം സെഞ്ചുറികൾ ടെസ്റ്റിൽ നേടിയിട്ടുണ്ട്. അതിൽ രവിചന്ദ്രൻ അശ്വിൻ റിട്ടയർ ചെയ്തു, രവീന്ദ്ര ജഡേജ ഏതാണ്ട് റിട്ടയർമെൻറ്റിലേക്ക് പോവുകയാണ്. എന്നിട്ടും അദ്ദേഹം ഈ കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനത്തിൽ എന്ത് ഗംഭീരമായിട്ടാണ് കളിച്ചത്, എന്ത് ഗംഭീരമായിട്ടാണ് ബാറ്റ് ചെയ്തത്. പല കളികളിലും രവീന്ദ്ര ജഡേജയുടെ ബാറ്റിംഗ് വളരെ നിർണായകമായിരുന്നു. ഒരു സ്പിന്നർ എന്നുള്ളതിൽ അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല. അസാധാരണ കഴിവുള്ള പ്രതിഭയുള്ള ഒരു സ്പിന്നർ. അത് രവീന്ദ്രൻ അശ്വിനെ കുറിച്ചും നമ്മൾ പറയേണ്ടതില്ല. എക്കാലത്തെയും മികച്ച സ്പിന്നർമാരിൽ ഒരാളാണ് രവീന്ദ്രൻ അശ്വിൻ. അതുമാത്രമല്ല, നല്ല സാങ്കേതികത്വമുള്ള ഒരു ബാറ്റർ കൂടിയായിരുന്നു രവീന്ദ്രൻ അശ്വിൻ. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ആകാശ്ദീപ് നേടിയ ഒരു അർദ്ധ സെഞ്ചുറി എത്ര നിർണായകമായിരുന്നു. നൈറ്റ് ബാറ്റ്സ്മാനായിട്ട് വന്നിട്ട് അദ്ദേഹം നേടിയ അർദ്ധ സെഞ്ചുറി 60-65 റണ്ണോളം അദ്ദേഹം അടിച്ചു. അത് ആ മത്സരത്തെ തന്നെ മറിച്ചു. അപ്പോൾ ഓൾറൗണ്ടർമാർ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഏത് ടീമിൻ്റെ. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് നമ്മൾ ഒരു കളിയിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഞെട്ടിച്ചിരിക്കും. ബെൻ സ്റ്റോക്സ് ഒന്നുകിൽ ഗംഭീരമായി ബാറ്റ് ചെയ്യും, അതല്ലെങ്കിൽ അതിഗംഭീരമായി പേസ് ബൗൾ ചെയ്യും. അതുമല്ലെങ്കിൽ ഒരു റണ്ണൗട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ക്യാച്ചെങ്കിലും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ടാകും. അത് അടയാളപ്പെടുത്തും അദ്ദേഹം ആ മത്സരത്തിൽ. അങ്ങനെ അല്ലാതെ പോയ മത്സരങ്ങൾ വളരെ കുറവാണ് ബെൻ സ്റ്റോക്സ് കളിച്ചത്. 2019 പിന്നെ ഫൈനലിലൊക്കെ, ലോകകപ്പിൻ്റെ ഫൈനലിലൊക്കെ ഇംഗ്ലണ്ട് ജയിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ആ ജയത്തിൽ ഭാഗ്യം വലിയ ഘടകമായിരുന്നു. ബൗണ്ടറികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇംഗ്ലണ്ട് ജയിച്ചു കയറിയത്. പക്ഷേ അതിൽ നിർണായകമായ ഇന്നിങ്സ് കളിച്ചത് ബെൻ സ്റ്റോക്സ് ആണ്. അസാധാരണമായ ചങ്കുറപ്പോട് കൂടിയിട്ടാണ് അദ്ദേഹം കളിച്ച് ഇംഗ്ലണ്ടിനെ ലോക കിരീടത്തിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ എപ്പോഴോ ഇംഗ്ലണ്ട് ഔട്ടായിരുന്നെങ്കിൽ ന്യൂസിലാൻഡ് ആ കളി ജയിക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എത്ര ടെസ്റ്റ് മത്സരങ്ങളിലാണ് ഇതിഹാസ വിജയങ്ങൾ ഇംഗ്ലണ്ടിന് നേടിക്കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലണ്ട് പലപ്പോഴും തകർന്ന് തരിപ്പണായിരിക്കുമ്പോൾ സ്റ്റോക്സ് ഒറ്റയ്ക്ക് ഏകനായിട്ട് പോരാടിയാണ് പലപ്പോഴും ഇംഗ്ലണ്ടിനെ മത്സരത്തിന് മുന്നിലെത്തിക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ അത് പണ്ടായാലും ഒരു 50 വർഷം മുമ്പായാലും 30 വർഷം മുമ്പായാലും ഇപ്പോഴായാലും ഓൾറൗണ്ടർമാർ തന്നെയാണ്. അത് ഏത് ടീമിനും വലിയ മുതൽക്കൂട്ടാണ്. അപ്പോൾ ഓൾറൗണ്ടർമാർ എന്ന് പറഞ്ഞാൽ, ഈ ഓൾറൗണ്ടർമാരെ കുറിച്ച് ഇപ്പോൾ ഓർക്കാൻ തന്നെ കാരണം 1983
ഒരു കാലത്ത് ഇന്ത്യക്കാർക്ക് മറക്കാൻ പറ്റില്ല. 1983 ക്രിക്കറ്റിലുള്ളിടത്തോളം കാലം ആ വർഷം ഇന്ത്യക്ക് മറക്കാനേ പറ്റില്ല. അന്ന് ഒരു സാധ്യതയും ഇന്ത്യക്ക് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ലോകം വളരെ പുച്ഛത്തോടെയാണ് എന്തിനാണ് അങ്ങോട്ടൊക്കെ വെറുതെ കാശ് ചിലവാക്കി പോകുന്നത് ഇംഗ്ലണ്ടിലേക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട് ആളുകൾ. അവിടെ പോയി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റനായ കപിൽ ദേവിനോട് ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു ഇംഗ്ലീഷുകാരനായ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കപിൽ ദേവ് യാതൊരു സംശയവും ഇല്ലാതെ പറഞ്ഞു, ജയിക്കാൻ. അപ്പോൾ എന്ത് ജയിക്കാൻ എന്ന് ചോദിച്ചു. ആ മാധ്യമപ്രവർത്തകൻ എന്ത് ജയിക്കാൻ എന്ന് ചോദിച്ചു. കപിൽ ദേവ് ഒരു സംശയം കൂടാതെ പറഞ്ഞു, ലോകകപ്പ്. അല്ലാതെ എന്ത്? ലോകകപ്പ് ജയിക്കാനാണ് ഞങ്ങളിവിടെ വന്നത്, അല്ലാതെ എന്താണ്? അങ്ങനെ ചോദിക്കാൻ അന്ന് 42 വർഷം മുമ്പ് ചങ്കുറപ്പുള്ള, അന്ന് ഇന്ത്യ ക്രിക്കറ്റിൽ വലിയ ശക്തികളൊന്നുമല്ല. അപ്പോൾ അന്ന് അങ്ങനെ ചെയ്യാൻ ശക്തിയുള്ള ഒരു ഓൾറൗണ്ടറായിരുന്നു, ആത്മവിശ്വാസമുള്ള ഒരു ഓൾറൗണ്ടറായിരുന്നു കപിൽ ദേവ്. ആ ടീം ലോക കിരീടം നേടിയതും ഓൾറൗണ്ടർമാരുടെ ശക്തിയിലാണ്. അപ്പോൾ ഓൾറൗണ്ടർമാർ എന്നത് ഏത് ടീമിൻ്റെയും വളരെ നിർണായകമായ ശക്തികളാണ്. ആ ശക്തികൾ ഇല്ലെങ്കിൽ ഇന്ത്യ ഇടക്കാലത്ത് കപിൽ ദേവിൻ്റെയൊക്കെ റിട്ടയർമെൻറ്റിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരു ഓൾറൗണ്ടർ ഇല്ലാത്തത്. കുറേ കഴിഞ്ഞാണ് ഇന്ത്യക്ക് പിന്നീട് തെറ്റില്ലാത്ത ഓൾറൗണ്ടർമാർ വന്നു തുടങ്ങിയത്. കപിൽ ദേവൊക്കെ പോയത് ശരിക്കും ശൂന്യത സൃഷ്ടിച്ചിരുന്നു ഓൾറൗണ്ടർമാർ ഇല്ലാത്തത്. കാരണം ടീമിൻ്റെ ബാലൻസ് നിലനിർത്തുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഓൾറൗണ്ടർമാർ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇനി ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഏത് ഫോർമാറ്റിൽ, ഇപ്പോൾ ലിമിറ്റഡ് ഓവേഴ്സ് ക്രിക്കറ്റിൽ, പരിമിത ഓവർ ക്രിക്കറ്റിൽ ഓൾറൗണ്ടർമാർ ചെയ്യുന്ന ഗുണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഒരു എക്സ്ട്രാ പ്ലെയർ ഉൾപ്പെടുത്താം. ഒരാൾ 2 കാര്യങ്ങളും, ബാറ്റിങ്ങും ബൗളിങ്ങും 2 ഡിപ്പാർട്ട്മെൻറ്റിലും എടുക്കാനാണെങ്കിൽ ഒരു എക്സ്ട്രാ പ്ലെയറെ ഉൾപ്പെടുത്താം. അത് ഭയങ്കര ഗുണം ചെയ്യും. 2020 അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഓൾറൗണ്ടർമാർ എന്ന് പറയുന്നത് ക്രിക്കറ്റിൻ്റെ ജീവനാണ്.